ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് ഹാപ്പി വിഷു അല്ലേ. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ല ദിവസങ്ങൾ നേരുന്നു ആശംസിച്ചുകൊണ്ട് വിഷു ആശംസിക്കുന്നു. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുമാറാകട്ടെ, സമ്പൽ സമൃദ്ധി ഉണ്ടാകുമാറാകട്ടെ. എല്ലാവർക്കും എന്നും സന്തോഷത്തോടെ ഇരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഇന്നൊരു ചെറിയ റീഡിങ് എടുക്കാം. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണെന്ന്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. പെൻറ്റക്കിളിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായ ഐശ്വര്യത്തിലാണ് നിങ്ങൾ ഇന്ന് പലരും എന്ന് കാണുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം എല്ലാവരുടെയും കയ്യിൽ സാമ്പത്തികം ഉണ്ടായിരിക്കും, അല്ലേ? വീണ്ടും നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഇന്ന് വിഷുവിനെ ആശംസിക്കാൻ വിളിച്ചു കാണും, അല്ലേ? വിഷുവിൻ്റെ ആശംസകൾ നേടാൻ വേണ്ടി പല ആൾക്കാരും പല ദേശങ്ങളിൽ നിന്നും പല പ്രിയപ്പെട്ടവർ നിങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളും വന്നു ചേരുന്നു. സന്തോഷത്തിൻ്റേതായിട്ടുള്ളത്, പ്രണയത്തിൻ്റേതായിട്ടുള്ള ആശംസകളൊക്കെയും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇന്ന് സമൃദ്ധിയുടെ ദിവസമല്ലേ. എല്ലാവരുടെയും കയ്യിൽ ഇന്ന് സാമ്പത്തികം കാണും. അപ്പോൾ എല്ലാവർക്കും ഇന്ന് സമൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ നിങ്ങൾ ഇന്ന് മറികടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വർഗ്ഗ, കാപ്രിക്കോൺ എനർജി. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സമ്പത്തിൻ്റേതായ സന്തോഷം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തന്നെയുമല്ല, സാമ്പത്തികത്തിന് വേണ്ടി അഥവാ കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ വേണ്ടി പലരും പല നാടുകളിലേക്ക് പോകുന്നതായിട്ടും സന്തോഷം ഉണ്ടാകുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫൂളാണ്. പലർക്കും ഇന്ന് പുതിയൊരു തുടക്കമാണ്. മേടമാസം അല്ലേ, മേടമാസം 1 എന്ന് പറയുമ്പോൾ ഐശ്വര്യത്തിൻ്റേതായ ദിവസങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാണ് ഇന്നെന്ന് കാണുന്നുണ്ട്. പുതിയൊരു ദിവസത്തിൻ്റെ തുടക്കമാണ്. ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പുതിയൊരു ദിവസത്തിൻ്റെ തുടക്കം എല്ലാവർക്കും സന്തോഷകരമായിരിക്കട്ടെ എന്ന് ഇവിടെ ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുകയാണ്. അത് ഡിവൈനിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പുതിയൊരു തുടക്കത്തിനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റൊന്നും നോക്കുന്നില്ല. ദൈവത്തിലുള്ള വിശ്വാസം, അമിതമായ വിശ്വാസം, പൂർണ്ണമായും വിശ്വാസം, തീർത്തും വിശ്വസിക്കുകയാണ് ദൈവത്തെ. ദൈവം എന്നെ കാത്തുകൊള്ളും. നമുക്ക് പൂർണ്ണമായി ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ എപ്പോഴും വിചാരിക്കും ദൈവം എൻ്റെ കൂടെ ഉണ്ട്, മറ്റാരും വേണ്ട, ആരുടെയും സഹായം എനിക്ക് വേണ്ട, എന്നോടൊപ്പം ദൈവമുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരികയാണ്. അവിടെ നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മജീഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മജീഷ്യനാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരുപാട് പേർക്കും ക്രിയേറ്റീവായിട്ടുള്ള പവറുള്ള ആൾക്കാരാണ്. ക്രിയേറ്റീവ് പവർ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. ജനിക്കുമ്പോൾ തന്നെയും പല കഴിവുകളോടും കൂടിയുള്ള ജനിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലേ? അങ്ങനെ ഇനി അതുമല്ല എങ്കിൽ കുറച്ചുകൂടി ആയിട്ട് പല വിധത്തിലുമുള്ള അറിവുകൾ നേടിയിട്ട് എന്നിലുള്ള കഴിവ് എന്താണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന എനർജി. ധാരാളമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിവിന് എന്താണോ തൻ്റെ ഉള്ളിലുള്ള കഴിവ് എന്ന് കണ്ടെത്തി അതിനെ പ്രാക്ടീസ് ചെയ്ത് അതിലൂടെ മുന്നോട്ട് ജീവിതം നയിക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ. അതുവഴി പ്രശസ്തി, പണം ഒക്കെയും നേടിയെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് മജീഷ്യൻ എന്ന് പറയുന്നത്. അതുപോലെയുള്ള കഴിവുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള കഴിവുകൾ ആർജിച്ചെടുക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 4 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്.
ഫോർ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുകയാണ്. വാൻസ് ഓഫ് ഫയർ സൈൻ ആണ് ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സമൃദ്ധി എന്ന് പറയുമ്പോൾ, അല്ല എങ്കിൽ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു പൂർണ്ണത ലഭിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ജീവിതത്തിന് ഒരു അടിസ്ഥാന ഭദ്രത ലഭിക്കുന്നുണ്ട്. പൂർണ്ണത എന്ന് പറയുമ്പോൾ എന്താണ്, പല കാര്യങ്ങളിലും പൂർണ്ണതയാണ്. അതുപോലെ തന്നെ വീടിൻ്റെ കാര്യത്തിൽ, ജോലിക്കാര്യത്തിൽ, കുട്ടികൾ അഥവാ വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാധ്യത, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ പൂർണ്ണത വരുന്നുണ്ട്, സമൃദ്ധി വരുന്നുണ്ട്, ഐശ്വര്യം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തന്നെയുമല്ല, ഇതിവിടെ ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ സാധ്യമാകുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ദൈവാനുഗ്രഹം വരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇനി പിരിഞ്ഞുപോയ പാർട്ട്ണറെ കാത്തിരിക്കുന്നവർക്ക് അവർ വന്നു ചേരാനുള്ള എനർജി, അവർ വന്നു ചേർന്നിട്ട് കൂടുതലായി സന്തോഷം അനുഭവിക്കുന്നു, കുട്ടികളെ കുറിച്ച് സന്തോഷിക്കുന്നു, കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ എനർജി, അതുപോലെ തന്നെ കുട്ടികളോടൊപ്പം സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കുട്ടികളോടൊപ്പം പലരും ഇന്നത്തെ ദിവസം എന്തായാലും കുട്ടികളോടൊപ്പം സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതുവരെ നിങ്ങൾ കുറേ ഭാരം ചുമന്നിട്ടുണ്ട്. കാരണം ജീവിത പ്രാരാബ്ധം പലർക്കും ഉള്ളതാണല്ലോ. അപ്പോൾ ആ കുറേ ഭാരം ചുമന്നിരിക്കുന്നത് എന്താണ്, അതിവിടെ തീരാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ ഭാരത്തെ ഇവിടെ താഴെ വയ്ക്കുന്നു, അഥവാ ഇവിടെ തീർത്ത് വയ്ക്കാൻ പോകുന്നു. തീർത്ത് വെച്ചിട്ട് എന്താണ്, പുതിയൊരു ലൈഫിലേക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 10 എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സൈക്കിൾ എൻഡ് ആവുകയാണ്, എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ എന്താണ്, സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു യാത്രയിലേക്കാണ് എന്നാണ് കാണുന്നത്. പുതിയൊരു യാത്രയിലേക്ക് പോകുന്നു, പുതിയൊരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നു. അത് നല്ല സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെയുള്ള ഒരു യാത്രയിലേക്കാണെന്നാണ് കാണുന്നത്. കാരണം പോയ കാര്യങ്ങളെല്ലാം പോയ അനുഭവങ്ങളെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അത്തരത്തിലുള്ള ആ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പലരും കണ്ടില്ലേ, 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പലരും ഇവിടെ വേണ്ടാത്ത കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്നുണ്ട്. വേണ്ടാത്ത കാര്യങ്ങളെന്ന് പറയുമ്പോൾ എന്താണ്, തൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് താനിങ്ങനെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ദുഃഖത്തിന് കാരണം എന്താണോ അത് മനസ്സിലാക്കാനുള്ള കഴിവ് പലർക്കും വന്നു കഴിഞ്ഞിരിക്കുന്നു. പലർക്കും അനുഭവം പാഠമായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. സ്വയം തയ്യാറാവുകയാണ് വേണ്ടാത്തതിനെ ഉപേക്ഷിക്കുക. കാരണം തൻ്റെ ബന്ധുക്കളിലായാലും തൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഏതൊരു കാര്യത്തിലായാലും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെയും മനസ്സന്തോഷം, മനസ്സമാധാനം ഒക്കെ കൈവരും എന്ന് അറിയാവുന്ന ആൾക്കാരുടെ എനർജി. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, നിങ്ങളത് മനസ്സിലാക്കിയിട്ട് പുതിയ ഒരു കണക്ഷനിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ദൈവികമായ എനർജിയിലേക്ക് നീങ്ങാൻ കഴിയുന്നു. കൂടുതലായിട്ടും ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ, കൂടെയുള്ളവർ എപ്പോഴും നമുക്ക് മനസ്സമാധാനം കെടുത്തുന്നതാണ്, ഉള്ള സമാധാനത്തെ കെടുത്തുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ കൂടെയുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ ഇവിടെ തയ്യാറാകുന്നു. ഇതുവരെയും അത് മനസ്സിലായിട്ടില്ല, പക്ഷേ ഈ ഒരു സമയത്ത് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതലായിട്ടും അത്തരം ബന്ധങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ടും വീണ്ടും ദൈവത്തോടടുക്കുന്ന എനർജി, ദൈവവിശ്വാസം വരുന്നു. കൂടുതലായിട്ട് ദൈവവിശ്വാസം വർദ്ധിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നതിന്, എല്ലാത്തിനെയും ഉപേക്ഷിക്കാൻ കഴിയുന്നതിൽ ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. 7 ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. 7 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്, സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ, ചക്രാസിൻ്റെ ആക്ടിവേഷൻ വരുമ്പോൾ എന്താണ്, കൂടുതലായിട്ട് സമൃദ്ധി ഐശ്വര്യം ഒക്കെയും വരുന്ന എനർജിയാണ്. പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട് ജീവിതത്തിൽ, പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്, നാനാ വഴിയിലൂടെയും പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊന്ന്, അപ്പോൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, അതിനെ മറികടന്ന് മുന്നോട്ട് വരാനുള്ള ശ്രമം നടത്തുന്നു. തന്നെയുമല്ല ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ കഴിയുന്നു.
കാരണം എന്താണ്, പ്രശ്നങ്ങളാണ് ചുറ്റിന്. അപ്പോൾ തൻ്റേതായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അതിലിരിക്കുക, അതിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം പിന്നെ മറ്റൊന്നും കാണേണ്ടി വരില്ലല്ലോ, മറ്റ് പ്രശ്നങ്ങളൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല ഇവിടെ. അതുകൊണ്ടാണ് തൻ്റേതായ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു എന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ തന്നെയും എന്താണ്, ആ ഒരു ബൗണ്ടറിക്കുള്ളിൽ എന്താണ്, ദൈവികമായ എനർജി കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നു. ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ മുന്നോട്ട് പോകാനുള്ള എനർജി കിട്ടും. മുന്നോട്ട് പോകാനുള്ള എനർജി എന്താണ്, എല്ലാത്തിനെയും കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെയും ഇവിടെ ദൈവികമായ അനുഗ്രഹം കൂടെ കൂട്ടിനുണ്ടാവും. ഇവിടെ ചക്രാസിൻ്റെ ആക്ടിവേഷൻ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. കാരണം പ്രശ്നങ്ങളെ കൊണ്ട് പൊറുതി മുട്ടുമ്പോൾ എന്താണ്, അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിവുള്ളവർ എങ്ങനെയുള്ളവരാണ്, ബുദ്ധിയുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നു, ചക്ര ആക്റ്റീവ് ആകുന്നു, അതുവഴി സമാധാനത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇതുവരെ ഒരു ഉയർച്ച വന്നിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് പല ജോലികളും ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കുറേ കാലം ജോലി നോക്കിയിട്ടുണ്ടാവും. അവർക്ക് എന്തായാലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടെ നിന്നൊരു പ്രൊമോഷൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു പ്രോഗ്രസ് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം, സാമ്പത്തികപരമായ ഒരു ഉയർച്ച വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അത് ഇതുവരെയും ഇതുവരെയും അത് ലഭിക്കാതിരുന്ന ആൾക്കാർക്ക് ഇപ്പോഴത് ലഭിക്കുന്നു. അതിൻ്റേതായ സന്തോഷമാണ്, നല്ലൊരു പ്രോഗ്രസ് വരികയാണ് എന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ പ്രശസ്തി, പദവി ഒക്കെയും ഏറ്റുവാങ്ങാനുള്ള ഒരു സമയമായിരിക്കുന്നു. റിവാർഡുകളൊക്കെയും ലഭിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മുന്നോട്ട് വരിക എന്ന് പറയുമ്പോഴെന്താണ്, ബാക്കിലേക്കല്ല പോകുന്നത്, മുന്നോട്ട് വരുമ്പോഴാണല്ലോ ജീവിതത്തിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അതിലുള്ള ഒരു സന്തോഷം ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ്, ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായ സമൃദ്ധിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പല വിധത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ, നിങ്ങൾ എവിടെ നിന്നെങ്കിലും ലോൺ എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ ചിട്ടി നിങ്ങൾക്ക് ലഭിക്കാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും സാമ്പത്തികം ചോദിച്ചിട്ടുണ്ടാവാം, അത് നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയാണ്. എന്തായാലും ഒരു പുതിയ തുടക്കം, സമ്പത്തിൻ്റേതായ ഏസ് ആണ് വന്നിരിക്കുന്നത്. സണ്ണിൻ്റെ എനർജിയാണ്, പ്രകാശം. കണ്ടില്ല, വെളിച്ചം വരികയാണ്. വെളിച്ചം വരുന്ന ഏത് വിധത്തിലുള്ള വെളിച്ചമാണ്, സാമ്പത്തികപരമായ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടാറായിട്ടുണ്ടാവും. ശമ്പളം ഒന്നും ഇതുവരെ കിട്ടാതിരുന്ന് ജോലി ചെയ്തതിൻ്റെ പ്രതിഫലം ഇതുവരെ ലഭിക്കാതിരുന്നിട്ടുള്ളവർക്ക് അത് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പല വിധത്തിലുള്ള സ്രോതസ്സുകൾ, പല വിധത്തിലുള്ള ധനത്തിൻ്റെ ആഗമനം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പല വഴികളിലൂടെയും, അതാണ് പറയുന്നത്, പല വഴികളിലൂടെയും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. സമ്പത്തിൻ്റേതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ല. ഇനി നമുക്ക് ഒറാക്കിൾ കാർഡ്സ് നോക്കാവേ. ചൂസ് വൈസിലി എന്നാണ് വന്നിരിക്കുന്നത്. ചൂസ് വൈസിലി എന്ന് പറയുമ്പോഴെന്താണ്, പലതരത്തിലുള്ള വഴികൾ നിങ്ങളിലേക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ വരാം, പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്കൊരു പുതുമയോടുകൂടി വരാം, പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരാം. പക്ഷേ നിങ്ങൾ ഏത് കാര്യം സെലക്ട് ചെയ്യുമ്പോഴും അത് വൈസിലി എന്നാണ് പറയുന്നത്. ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഏതൊരു കാര്യത്തിൽ മുന്നോട്ട് ഇറങ്ങുമ്പോൾ, തുടക്കം വരുമ്പോൾ അത് അവിടെ ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ട്രൂത്താണ്. ഇത് പലർക്കും ദൈവാനുഗ്രഹം ഉണ്ട്. അപ്പോഴാണ് ട്രൂത്ത്, സത്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. സത്യം എന്ന് പറയുമ്പോൾ എന്തിൻ്റെ സത്യമാണ് ഇവിടെ? പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള സത്യം. താൻ എന്താണ്, ഉള്ള കഴിവുകൾ എന്താണ്, സ്വയം താൻ എന്താണ് എന്ന് ചിന്തിക്കുകയാണ്. താൻ എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്, ആദ്യം സോളിനെ കുറിച്ച് അറിയണം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സോൾ ഉണ്ടോ? എന്താണ് സോളിൻ്റെ പ്രത്യേകത? എല്ലാവർക്കും ഈ സോൾ ഉണ്ടോ? അതെങ്ങനെയാണ്? നമുക്കതിനെ കാണാൻ കഴിയുമോ? അതല്ല, പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീരം എന്താണ്? ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ മനസ്സിലാക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ട്രൂത്ത് എന്ന് പറയുന്നത്. ട്രൂത്ത്,
സത്യാവസ്ഥകൾ മനസ്സിലാക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇരുളെന്താണ്, പകലെന്താണ്, ഈ പ്രപഞ്ചം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ന്യൂ ബിഗിനിങ്സ് ആണ്. പലർക്കും പുതിയ തുടക്കം വരാം. ജീവിതത്തിൻ്റെ പല അവസ്ഥകളും കടന്നുപോയിട്ട് പല അനുഭവങ്ങളും വന്നിട്ട് എന്താണ്, പുതിയ തുടക്കത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള ശ്രമമാണ് പലർക്കും. കാരണം പലരും വിചാരിക്കുന്നുണ്ട്, ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കണം. അങ്ങനെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കണമെങ്കിൽ ഞാൻ പല പല കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് തന്നെയും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇവിടെയോ എന്താണ്, ആഗ്രഹങ്ങളുടെ സഫലീകരണമാണ്, ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് ആണ്. കണ്ടില്ലേ, ഇവിടെ ആഗ്രഹങ്ങളുടെ സഫലീകരണം വരുന്നത്. നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. കുറേ കഷ്ടപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് കുറേ കഷ്ടപ്പെട്ടിട്ടുള്ളത്, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പല ദിവസങ്ങൾ കൊണ്ട്, കുറേ കാലം കൊണ്ട്, മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം പല കാര്യങ്ങൾ. അത് എന്നിലേക്ക് വന്നു ചേരണം, ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കത് നേടണം എന്ന് ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ഇവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഫോർച്യൂൺ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ഭാഗ്യം, നിങ്ങളിലേക്ക് ഇന്ന് വരുന്ന ഭാഗ്യം എന്താണ് എന്ന് നോക്കാം. സ്കെയിൽസ് ആണ്. കീപ് യുവർ ലൈഫ് ഇൻ ബാലൻസ്. നിങ്ങളുടെ ജീവിതം ഇപ്പം ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ല, കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പുതിയ ചില അഭിവൃദ്ധി വരുന്നുണ്ട്, പുതിയ ചില നേട്ടങ്ങൾ കൈവരുന്നുണ്ട്. പക്ഷേ എന്ത് വന്നാലും ശരി, നിങ്ങൾ ഏത് കാര്യത്തിലേക്ക് തുടക്കം കുറിച്ചാലും ഇവിടെ ബാലൻസ് ചെയ്തു പോകണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഹാമോക്കാണ്. ടേക്കിംഗ് എ വെക്കേഷൻ ഫിസിക്കലി ഓർ മെൻ്റലി. ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും ശാരീരികമായാലും മാനസികമായാലും നിങ്ങൾക്കൊരു റെസ്റ്റ് എടുക്കേണ്ട സമയം ആയിട്ടുണ്ട്. റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കണം, അതാണ് പറയുന്നത്. സൈക്കിക് എബിലിറ്റി, ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ. പലർക്കും സൈക്കിക് എബിലിറ്റി വരുന്നുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? മെഡിറ്റേഷൻ ചെയ്ത് ചക്രാസ് ആക്റ്റീവ് ആവുക, അല്ലെങ്കിൽ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആവുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും എന്ത് ലഭിക്കുന്നത്? ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉൾവിളികളാണ്. പല കാര്യങ്ങളിൽ നിന്നും പല കാര്യങ്ങൾക്കുമുള്ള മറുപടി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന എനർജിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ബോയാണ്. യു ആർ ഹൈലി തോട്ട് ഓഫ്. കണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളിതൊക്കെ കേട്ടപ്പോൾ തന്നെ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഈ ചിന്ത നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കട്ടെ എന്ന് ഇവിടെ മെസ്സേജാണ്. ഗ്യാരണ്ടീഡ് സക്സസ് ആണ്. ഇവിടെ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് താരമായി തിളങ്ങാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഈ ഒരു സക്സസ്സിന് ഗ്യാരണ്ടി ഉണ്ട്. ഈ ഒരു സക്സസ് നിങ്ങൾക്ക് നശിച്ചു പോകുന്നതല്ല, ഇതിന് ഗ്യാരണ്ടി ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്റ്റാറായിട്ട് തിളങ്ങാൻ സാധിക്കുമാറാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയൊക്കെയുള്ളൂ. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.